വയനാട്ടിലേക്ക് ഒരു ട്രിപ്പ് പോവാണ്. നല്ലൊരു ഇറങ്ങിയ യാത്രയാണ്. പക്ഷെ ഞങ്ങൾ എത്തിപ്പെട്ടത് പെരുവണ്ണാമൂഴിയാണ്. വയനാട് എത്തുന്നത് ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ യാത്ര തിരിച്ചു പിടിച്ചു പെരുവണ്ണാമൂഴിയിലേക്ക്. അങ്ങനെ പെരുവണ്ണാമൂഴി ഫോറസ്റ്റിലേക്ക് ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥലം പക്ഷെ ഇരിക്കാൻ എവിടെയാ അങ്ങണ്ടാ പശുവിനെ കെട്ടിയെടുത്ത് ഞങ്ങള് ഫുഡെല്ലാം എടുത്തതാ ഒരു കാട്ടിനുള്ളിൽ പുഴയിലുണ്ട്. അടിപൊളി പ്ലേസ് ആണ്. ഇതിവിടെ എങ്കിലും വെച്ചിട്ടൊന്ന് കഴിക്കണം. എന്താ കഴിക്കുക? അങ്ങോട്ട് സ്ഥലം ഉണ്ടാവോ? ചേട്ടൻ മീനെ പിടിക്കുന്നുണ്ട്. ആയിരിക്കൂല. ട്രിപ്പൊക്കെ പോകുമ്പോൾ നമ്മളെന്നും ഹോട്ടലിൽ കയറിയില്ലേ ഫുഡ് കഴിക്കാം. അപ്പൊ ഇന്നത്തെ ട്രിപ്പ് നമുക്കൊരു വെറൈറ്റി ആക്കാന്നുള്ള രീതിയിലാണ് ഹോട്ടലിൽ നിന്ന് നേരെ ഫുഡ് വാങ്ങി ഒരു പുഴയരിക്കും നോക്കി നടന്നതാണ്. ഒടുക്കം ഞങ്ങൾ കണ്ടെത്തി പുഴ. അങ്ങനെ പുഴയുടെ തീരത്തെത്തി അവിടുന്ന് ഫുഡൊക്കെ അയച്ച് എല്ലാവരും കഴിക്കേണ്ട പരിപാടിയാണ്. തിരിച്ചു വരുമ്പോൾ ആ ചേട്ടൻ മീൻ പിടിക്കുന്ന കണ്ടിട്ട് തീരെ സഹിക്കുന്നില്ല. അങ്ങനെ ഞാനും ഒന്ന് എറിഞ്ഞോ കെട്ടിയും പറഞ്ഞതാ കൊക്കയൊക്കെ എടുത്തിട്ട് മീൻ പിടിക്കാൻ പോയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഇങ്ങനെ നോക്കി നിന്ന് ഇപ്പം മീനെ കിട്ടുമെന്ന് വിചാരിച്ചു. എന്നാൽ ഒറ്റ മീനെ ഞങ്ങൾക്ക് കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ മീൻ പിടുത്തമൊക്കെ നിർത്തി. പിന്നെ ഫുഡ് കഴിച്ച് നമ്മൾ നേരെ പെരുവണ്ണാമൂഴി ഡാം കയറാൻ വേണ്ടിയിട്ടാണ് പോയത്. അവിടുന്ന് ടോക്കനും എടുത്ത് ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് കയറി പെരുവണ്ണാമൂഴി ഡാമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ വന്നത് കാണാൻ വന്നതാ.
കോഴിക്കോട് ജില്ലയിലെ മനോഹരമായ പ്രകൃതി കാഴ്ചകളിൽ ഒന്നാണ് പെരുവണ്ണാമൂഴി ഡാം. മലകളും പച്ചപ്പുകളും ചുറ്റും വളഞ്ഞു നിന്ന് ശാന്തമായ ജലാശയത്തിനൊപ്പം ബോട്ടിംഗ് സൗകര്യം ലഭിക്കുന്ന ഒരു സ്ഥലമാണിത്. ഡാമിന്റെ അടുത്ത് എത്തിയാൽ ആദ്യം നമുക്ക് കാണാൻ കഴിയുക വലിയ തടാകമാണ്. മലകൾ വളഞ്ഞു നിന്ന് ശാന്തമായി പായുന്ന വെള്ളക്കെട്ട് നമ്മളോട് നോക്കി നിന്നു പോകും. അത്ര മനോഹരമായ സ്ഥലമാണിത്. ഇവിടെ നിന്ന് വെള്ളക്കെട്ടിലേക്ക് നോക്കിയാൽ അടിപൊളിയാണ്. അവിടെ ഡാമിനെ കുറിച്ച് അറിയേണ്ടതൊക്കെ ഇത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കിത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ സ്ക്വയർ ഫീറ്റും വിസ്തൃതിയും ഒക്കെ. തുടങ്ങി കമ്പി പാർക്ക് പോവാ ഇത് അവിടുത്തെ ആള് പാർക്കിലെത്തിയിട്ടുണ്ട്. നമ്മളെ ചങ്ങായി എന്തെങ്ങനെ നോക്കി നിൽക്കുന്നത്. കളിച്ചൂടെ ചെല്ലേ ഏച്ചിന്റെ വീട്ടിൽ പോയി ഊരിക്ക. കാഴ്ചകളൊക്കെ കണ്ട് ജാനകിക്കാട്ട് എത്തുമ്പോഴത്തേക്ക് 5 മണി കഴിഞ്ഞു പോയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ എത്തുമ്പോഴത്തേക്ക് അവിടെ ക്ലോസ് ആക്കി. ഉള്ളിലേക്ക് കയറി കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. ഞങ്ങൾ ഇവിടുത്തെ പാലത്തിന്റെ മേലെ കൂടെയൊക്കെ ഒന്ന് സഞ്ചരിച്ച് അവിടുത്തെ കാഴ്ച പ്രകൃതിയുടെ ഭംഗിയും തടാകത്തിന്റെ ശാന്തതയും മനസ്സിനെ നിറച്ച് ഇവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് യാത്രയാവുകയാണ്. ഇന്നത്തെ വ്ലോഗ് ഇതോടെ അവസാനിക്കുന്നു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി വരാനിരിക്കുന്ന